ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 3 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ FC ഗോവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും, രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും, മൂന്നാമത്തെ അപ്ഡേറ്റ് നമ്മുടെ ചെന്നൈ FC-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ FC-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആയിട്ട് നോക്കാം. എന്തായാലും ചെന്നൈ FC വളരെ മികച്ച മറ്റൊരു സൈനിങ് കൂടെ നടത്തിയിരിക്കുകയാണ്. ആ ഒരു സൈനിങ് എന്ന് പറയുന്നത് ലാൽഡിൻ പുയയുടെ സൈനിങ് ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡർ ആയിരുന്നു കഴിഞ്ഞ സീസൺ, അതായത് ഡൊമസ്റ്റിക് ഡിഫൻഡർ ആയിരുന്നു. സോ എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് തന്നെ പറയണം, വളരെ മികച്ചൊരു ഇന്ത്യൻ സൈനിങ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ FC ഗോവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്തായാലും FC ഗോവ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവ്സ് നടത്തിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ കോൺട്രാക്ട് ഒരു വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും വളരെ നല്ലൊരു നീക്കം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച ഡിഫൻഡർ ആരാണ് എന്ന് ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ട്, അതോടെ ഇന്ത്യയാണ്. കാരണം അത്ര മികച്ച രീതിയിലായിരുന്നു അദ്ദേഹം ഡിഫൻഡിങ്. പ്രത്യേകിച്ചും FC ഗോവയുടെ ഫസ്റ്റ് ഫേസിൽ എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ ഗെയിമായിരുന്നു അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഫേസിലേക്ക് വന്നപ്പോഴും അദ്ദേഹം നല്ലവണ്ണം ചെയ്തു. പക്ഷേ എവിടെ എന്തേ പോരായ്മകൾ കാരണമാണ് FC ഗോവ സെക്കൻഡ് ഫേസിൽ കുറച്ച് പുറകിലേക്ക് പോയത്. എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് FC ഗോവയുടെ ഭാഗത്ത് നിന്ന്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതൊരു അപ്ഡേറ്റ് ഒന്നുമല്ല, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതായത് ഇന്നലെ ഇഗോർ ഷിമാഷ് ചെയ്തൊരു മണ്ടത്തരമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇന്നലെ നമുക്ക് വലിയ രീതിയിൽ ബോളൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. കുവൈറ്റിൻ്റെ കയ്യിലായിരുന്നു ആ ഒരു ബോൾ കൺട്രോളിംഗ് ഒക്കെ. ഒരുപക്ഷെ നമുക്ക് ബോൾ കൺട്രോളിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതായത് ഗോൾ സ്കോർ ചെയ്യേണ്ട മാച്ചാണ്. ആ ഒരു സമയത്ത് ബോൾ കൺട്രോൾ വെക്കുക, ബോൾ കൈ വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ കളിപ്പിക്കാൻ പറ്റിയ 2 താരമായിരുന്നു. ഒന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം ജീക്സൺ സിംഗും അതുപോലെ തന്നെ നവോറ മഹേഷ് സിംഗും. സോ നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലുള്ളത് വെച്ച് ഏറ്റവും മികച്ച ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നവോറ മഹേഷ് സിംഗ് ആണ്. ഇത്ര ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല. അതെന്നെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ്. എന്തിനാണ് ഈ ഒരു സുരേഷ് സിംഗിനെയൊക്കെ ഈ ഒരു മാച്ചിൽ ഇറക്കിയെന്ന് എനിക്കറിയില്ല. സുരേഷ് സിംഗിനെയൊക്കെ ഇറക്കേണ്ട മാച്ച് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സമനില വേണ്ട മാച്ച്, അതിലൊക്കെയാണ് സുരേഷ് സിംഗിനെ ഇറക്കേണ്ടത്. കാരണം അദ്ദേഹം ഫിസിക്കലൊക്കെ ഇട്ട് ഫിസിക്കലൊന്നും വലിയതായിട്ട് പുള്ളിക്കാരില്ല, എന്നാലും കുറച്ച് ഫിസിക്കലും ഇങ്ങനെ അടിപിടി കളിയൊക്കെ പുള്ളി കളിക്കും. സോ ഇന്നലത്തെ ആ ഒരു മാച്ചിൽ എന്തിനാണ് നോറ മഹേഷ് സിംഗ് എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നോറ മഹേഷ് സിംഗ് അല്ല സുരേഷ് സിംഗ് എന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ജീക്സണെങ്കിലും കളിപ്പിക്കേണ്ടായിരുന്നു, കുറച്ച് ബോൾ കൺട്രോളിങ്ങിലും വരും. ഇനി ഇന്ത്യൻ ടീമിന് നല്ല ബോൾ കൺട്രോളിങ് കിട്ടണമെങ്കിൽ അതിന് പറ്റിയൊരു താരം എന്ന് പറയുന്നത് ഒന്ന് ജിതേശ്വർ സിംഗ് ആണ്. നല്ല ബോൾ കൺട്രോളിംഗ് ഉള്ളൊരു പ്ലെയറാണ്. ആ ഒരു മിഡ്ഫീൽഡിനെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ നിർത്താൻ കഴിവുള്ള താരമാണ്. സോ ജിതേശ്വർ സിംഗ് ഇന്ത്യയുടെ മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ അഭിഷേക് സിംഗ്, നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ഇവരൊക്കെ നല്ല മിഡ്ഫീൽഡറാണ്, ബോൾ പ്ലേയിങ് പ്ലേയേഴ്സാണ്. ചുമ്മാ ഇങ്ങനെ അടിച്ചിട്ട് തൊഴിച്ചിട്ടൊന്നും അവർ കളിക്കാറില്ല. അവർ നല്ലവണ്ണം ബോൾ നോക്കി കറക്റ്റ് നല്ല വിഷനുള്ള പ്ലേയേഴ്സാണ്. സോ അവരെയൊക്കെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ സുരേഷ് സിംഗിനെയൊക്കെ, അതായത് സുരേഷ് സിംഗിനെയും താപ്പയൊക്കെ ഇപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട്, എന്നിട്ട് പോലും നമ്മൾ ഇറക്കുന്നില്ല. പാർത്തിക് ഗൊഗോയുണ്ട്, ഇതിന് പരുക്കാന്ന് പറയുന്നത്. ഇനി പരുക്കാണോ എന്ന് ആർക്കറിയാം. അദ്ദേഹം പെർഫെക്റ്റ് ഒരു മാച്ചാണ് സുനിൽ ഛേത്രിക്ക്. ഇനി അപ്പുറത്ത് നമുക്കറിയാം മിഡ്ഫീൽഡിലേക്ക് നോക്കി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ അങ്ങനെ ഇറക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനി കുവൈറ്റുമായിട്ടുള്ള മാച്ച് നോക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ കുവൈറ്റിനെ സമനിലയിൽ തളച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഒരു യങ് ടീമാണ്, അതുകൊണ്ടായിരിക്കാം, ഇൻഎക്സ്പീരിയൻസ് ആണ്, അവരുടെ ഫസ്റ്റ് മാച്ചാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇന്ത്യയുമായിട്ട് കളിക്കുന്നവർ സെക്കൻഡ് മാച്ചായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പാടമൊക്കെ പഠിച്ചിട്ടായിരിക്കും ഇവർ അടുത്ത മാച്ചിലേക്ക് വരുന്നത്. സോ അത്ര നിസാരക്കാരായിട്ട് ഖത്തറിനെ കാണാൻ സാധിക്കത്തില്ല. അവർ നല്ലൊരു ടീമാണ്. സമനിലയിൽ കിട്ടിയാൽ തന്നെ ഭാഗ്യമെന്ന് പറയാം. എന്തായാലും സമനിലയൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. നമുക്കൊരു എന്താ പറയുക 3 പോയിൻ്റ് തന്നെ വേണം അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ. എന്തായാലും നേടാൻ സാധിക്കും എന്നാണ് നമുക്ക് വിചാരിക്കാം.